ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം തുടങ്ങിയവ സംരക്ഷിക്കപ്പെടുവാൻ ക്രൈസ്തവരായ നാം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടവരാണ്. കൂടാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അന്ധകാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു. 2014 147 അക്രമ സംഭവങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയിൽ നടന്നുവെങ്കിൽ 2023 അത് 687 ഉയർന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഫലപ്രദമായ ഇടപെടലുകൾ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നില്ല. ഇവയ്ക്കെല്ലാം കാരണമായി തീരുന്ന ഛിദ്രശക്തികൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കുവാനുള്ള അവസരം നാം പ്രയോജനപ്പെടുത്തുകയും വേണം. മറ്റൊരു കാര്യം, നമ്മുടെ ഒരുമിച്ചുള്ള യാത്രയിൽ നാം മാത്രമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മെപ്പോലെ തുല്യ വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളോടൊപ്പവും നാം യാത്ര ചെയ്യേണ്ടതുണ്ട്. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ മതാധിഷ്ഠിത വിഭാഗീയത സംജാതമാക്കുവാൻ നിഗൂഢമായി ലക്ഷ്യമിടുന്നത് ഇന്ന് നാം തിരിച്ചറിയണം.